സക്സസ് ഫയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC അടുത്ത കാലത്തായിട്ട് സ്ഥിരം ചോദിച്ചു കാണാറുള്ള ട്രെൻഡിങ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ്. ഇത് PSC ബുള്ളറ്റിൻ തന്നെ സ്പെഷ്യലായിട്ട് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്ലാസ്സും കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? എല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ശരിയാണ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ എന്താണ്? ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഗോതമ്പ് വിപ്ലവം എന്ന് ഹരിത വിപ്ലവം അറിയപ്പെടുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. അതുപോലെ ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യ സാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 1970-ലാണ്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. അപ്പൊ നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? 1970-ലാണ്. ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ട നേട്ടം കണ്ടത് പ്രധാനമായും ഗോതമ്പ് ഉൽപാദനത്തിനായതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഗോതമ്പ് വിപ്ലവം എന്ന് ഹരിത വിപ്ലവം ഇന്ത്യയിൽ അറിയപ്പെടുന്നതിന് കാരണം എന്താണ്? ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ട നേട്ടം കണ്ടത് പ്രധാനമായിട്ടും ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. എത്രയാണ്? 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറയുകയും ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയും ചെയ്തു. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തന്നിരിക്കുന്നു. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ. ഉത്തരം തന്നിരിക്കുന്നത് A, D എന്നിവ ശരിയാണ്. ഓപ്ഷൻ A പ്രസ്താവന Aയും പ്രസ്താവന Dയും ശരിയാണ്. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. അതുപോലെ നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് നോക്കാം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക വളർച്ച,
ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടാകുന്ന, അതായത് GDPയുടെ സ്ഥിരതയിലുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ നല്ല സൂചകമാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ നല്ല സൂചകമാണ്. ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം. അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം. മൊത്ത ആഭ്യന്തര ഉൽപാദനം കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചതും ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിയതും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനം. ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ഇത്. ഇതിനെ ഇറക്കുമതി ബദൽ എന്നും അറിയപ്പെടുന്നു. ഇറക്കുമതി ബദൽ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കുന്നു. അങ്ങനെ സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നു. ഇതാണ് സ്വാശ്രയത്വം. തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന ഈ വ്യാപാര തന്ത്രം, അതിനെയാണ് ഇറക്കുമതി ബദൽ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. കാർഷിക പദ്ധതി, ഹറോൾഡ് ഡോമർ മോഡൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ് 1951 മുതൽ 56 വരെയുള്ള 5 വർഷക്കാലമാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നതാണ് കാർഷിക പദ്ധതി. അപ്പൊ കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഹറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതിയായിരുന്നു. കാലഘട്ടം എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയുള്ള കാലഘട്ടമാണ്. അപ്പൊ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചത് 1956 1955 കാർവേ കമ്മിറ്റി അഥവാ ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയെ പറ്റി പറയുന്നു. അപ്പൊ സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായിട്ട് പുതിയ വ്യവസായിക നയം അംഗീകരിച്ച വർഷം ഏതാണ്? 1956. 1955 കാർവേ കമ്മിറ്റി അഥവാ
ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായ സാധ്യതയെ പറ്റി പറയുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. എല്ലാം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എയും ബിയുമാണ്. ഓപ്ഷൻ എയും പ്രസ്താവന എയും ബിയുമാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുപോലെ സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗയോഗ്യമാക്കുക, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക, കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നിവ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫ് ആക്കുന്നതുവരെ മെമ്മറിയിൽ നിലനിൽക്കുന്ന പ്രോഗ്രാമുമാണ് ഇത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയല് സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയവ. വിവിധ ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ എന്നിവയെല്ലാം, സ്മാർട്ട് കാർഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയവയെല്ലാം എന്താണ്? വിവിധ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. വിവിധ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് LDC പ്രൊജക്ടർ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ തുടങ്ങിയവ. ഈ വേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന വിവിധ രാസപദാർത്ഥങ്ങൾക്കുള്ള ഉദാഹരണമാണ് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് തുടങ്ങിയവ. അടുത്തത്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഇ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങളാണ് 2011 നിലവിൽ വന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഇ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ 2011 നിലവിൽ വന്നത് എന്നു മുതലാണ്? 1/5/2012 മുതലാണ്. 1/5/2012. സംസ്ഥാനത്ത് ഇതിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ്. അടുത്ത ചോദ്യം, ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്തുവാനും പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. അനുച്ഛേദം 243H. അനുച്ഛേദം 243H. ഇന്ത്യയിൽ ആധുനിക കാലഘട്ടത്തിൽ 1882 ശേഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടത്. ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വൈസ്രോയി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏതാനും പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്.
അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അനന്തശയനം അയ്യങ്കാർ ആണ്. അനന്തശയനം അയ്യങ്കാർ. ലോകസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് അനന്തശയനം അയ്യങ്കാർ. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? അനന്തശയനം അയ്യങ്കാർ. 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ മേഖലകളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്യപ്പെട്ടത്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 1989 പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. 1989 പി കെ തുങ്കൻ കമ്മിറ്റിയാണ് പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം, ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73ാമത്തെ ഭേദഗതിയാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73ാമത്തെ ഭേദഗതിയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 243A ആണ്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരാണ്? പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 243G ആണ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ തന്നിരിക്കുന്നു. വ്യായാമക്കുറവ്, സാംക്രമികം, പരമ്പരാഗതം, അമിത ഭക്ഷണം. ഉത്തരം വരുന്നത് AD ആണ്. വ്യായാമക്കുറവും അമിത ഭക്ഷണവുമാണ്. ലോക ആരോഗ്യ ദിനം എന്നാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണ്. ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7 നിലവിൽ വന്നു. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം 1948 ഏപ്രിൽ മാസം 7 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് ആണ്. ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് ആണ് നിലവിലെ ഡയറക്ടർ ജനറൽ. മനുഷ്യരിൽ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി എന്തിനു കാരണമാകുന്നു? ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയ. മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇവ ചെറുകുടലിലേക്കും പിന്നീട് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ചെറുകുടലിലേക്കും പിന്നീട് രക്തത്തിലൂടെ അത് അവയവങ്ങളിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ വർഷങ്ങളോളം നിരവധി പേർക്ക് ടൈഫോയിഡ് പകരുന്നതിന് കാരണമായ ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മേരി മല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ പരാമർശിച്ചിട്ടുണ്ട്. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മനുഷ്യനിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നിവ. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ തുടങ്ങിയവ. മനുഷ്യനെ ബാധിക്കുന്ന മറ്റു ബാക്ടീരിയ രോഗങ്ങളാണ് അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ടെറ്റനസ്, സിഫിലിസ്, ഗോണറിയ, ക്ലമിഡിയാസിസ് തുടങ്ങിയവ.
സിഫിലിസ് പരത്തുന്ന രോഗകാരിയാണ് ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം സിഫിലിസ് പകർത്തുന്ന രോഗകാരി. നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ നൽകുന്നത് നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മുലപ്പാലിനൊപ്പം സ്രവിക്കപ്പെടുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകമായ കൊളസ്ട്രം IgA ആന്റിബോഡികളാൽ സമൃദ്ധമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ പൗരത്വം നേടാം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ എയും സിയും ആണ്. എയും സിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം ഏതാണ്? മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്നത് എന്താണ്? പെരികാർഡിയമാണ്. പെരികാർഡിയം. പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവമാണ് ഹൃദയം. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം ഹൃദയം. ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. വേൾഡ് ഹാർട്ട് ഡേ തീം 2024 യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. മനുഷ്യ ഹൃദയത്തിലെ 4 അറകളാണ് വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ എന്നിവ. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4 അറകളാണ്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഹൃദയ അറകളുടെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇതിനെ പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. SA നോഡ് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. ഹൃദയ അറകളുടെ സങ്കോചത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് SA നോഡാണ്. ആരോഗ്യവാനായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ, ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ 120 mmHg-യും ഡയസ്റ്റോളിക് പ്രഷർ, ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അത് 80 mmHg-യുമാണ്. സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ 80. മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനമാണ്. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത് ഏട്രിയത്തിലും, പൾമണറി പര്യായം വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത് ഏട്രിയത്തിലും അവസാനിക്കുന്നു. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത് ഏട്രിയത്തിലും, പൾമണറി പര്യനം വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് ഇടത് ഏട്രിയത്തിലുമാണ് അവസാനിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്